അങ്ങനെ RCB IPL നിന്ന് പുറത്തായിരിക്കുകയാണ്. ഇനി എല്ലാ മാച്ച് ജയിച്ചാലും RCBക്ക് 16 പോയിന്റ് നേടാൻ സാധിക്കില്ല. അങ്ങനെ പ്ലേ ഓഫ് കാണാതെ വീണ്ടും RCB പുറത്തായിരിക്കുകയാണ്. RCB ആരാധകർ നിരാശയിലാണ്. ഇപ്രാവശ്യമെങ്കിലും കപ്പ് നേടാമെന്ന പ്രതീക്ഷയിലാണ് RCB വന്നത്. പക്ഷേ 7 കളിയും RCB തോറ്റു. ഇപ്പോൾ ഇതാ ഇന്ന് കൊൽക്കത്തയുമായി തോറ്റ ശേഷം കോഹ്ലി വലിയ പ്രഖ്യാപനമാണ് നടത്തിയിരിക്കുന്നത്. കോഹ്ലി പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. RCB ആരാധകർക്ക് ഇന്നത്തെ മാച്ച് ഒരു ദൃശ്യവിരുന്നായിരുന്നു. പക്ഷേ ലാസ്റ്റ് ഓവറിൽ 1 റൺസിനാണ് RCB കളി തോറ്റത്. ജയിച്ചെന്ന് ഉറപ്പിച്ചതായിരുന്നു. എന്നാൽ അവസാനം കളി തോറ്റു. ഇന്ന് കളി തോറ്റ ശേഷം കോഹ്ലി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: എൻ്റെ ഔട്ടല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് നോ ബോൾ ആയിരുന്നു. പക്ഷേ അമ്പയർ എനിക്ക് ഔട്ട് തന്നില്ല. ഞാനവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ ഉറപ്പായിട്ടും ഇന്ന് RCB കളി ജയിച്ചേനെ. ഞങ്ങളിപ്പോൾ IPL നിന്ന് പുറത്താണ്. ഇനി ഞങ്ങൾക്ക് പ്ലേ ഓഫിൽ കടക്കാൻ സാധിക്കില്ല. ഈ സീസൺ ഞങ്ങളുടെ കയ്യിൽ നിന്ന് പോയി. അതിലെനിക്ക് ഒരുപാട് വിഷമമുണ്ട്. RCB ഒരു കപ്പ് നേടുന്നത് കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ഇപ്രാവശ്യം ഇനി അത് നടക്കില്ല. എത്ര വർഷം RCB ടീമിലുണ്ടായാലും ഒരു കപ്പ് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇന്നത്തെ മാച്ചെങ്കിലും ഞങ്ങൾ ജയിക്കുമെന്ന് കരുതിയതായിരുന്നു. കരൺ ശർമ്മ മികച്ച ബാറ്റിംഗ് ആണ് കാഴ്ചവെച്ചത്. അവൻ അവസാനം 3 സിക്സ് പായിക്കുമെന്ന് ഞങ്ങൾ ആരും തന്നെ കരുതിയില്ല. ദിനേശ് കാർത്തിക് ഔട്ടായപ്പോൾ കളി തോറ്റത് ഞങ്ങൾ കരുതിയതായിരുന്നു. പക്ഷേ കരൺ ശർമ്മ എന്നെ ഞെട്ടിച്ചു കളഞ്ഞു. ഈ സീസൺ ഞങ്ങളുടെ കൈവിട്ടുപോയി. അടുത്ത സീസണിൽ ഞങ്ങൾ ശക്തമായിട്ട് തിരിച്ചു വരുമെന്ന് കോഹ്ലി വ്യക്തമാക്കി. അങ്ങനെ RCBയുടെ കഥ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അവർക്ക് പ്ലേ ഓഫിലെത്താൻ സാധിക്കില്ല. ഇനിയുള്ള എല്ലാ മാച്ച് ജയിച്ചാലും അവർക്ക് 14 പോയിന്റ് മാത്രമേ ആവുകയുള്ളൂ. പ്ലേ ഓഫിലെത്തണമെങ്കിൽ 16 പോയിന്റ് ആവശ്യമാണ്. അങ്ങനെ RCB പുറത്തായിരിക്കുകയാണ്. പക്ഷേ കോഹ്ലി ഇന്ന് നിരാശയിലാണ്. അദ്ദേഹം ഇന്ന് ഔട്ടായില്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും ഇന്ന് RCB 1 റൺസിന് തോൽക്കില്ലായിരുന്നു. അപ്പോൾ ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.